കുരിശ് ചുമന്നുകൊണ്ട് പോയപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് പറയണം ഈശോയുടെ വേദന എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഈശോയുടെ വേദന എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലി വയ്ക്കുക. ഹല്ലേലൂയ. എല്ലാവരും ജപമാല ചൊല്ലുന്നവരാണ്. ജപമാല ചൊല്ലാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഒരു ദിവസം 30ഉം 40ഉം ജപമാലകൾ ചൊല്ലുന്ന ആളുകളുണ്ട്. 30ഉം 40ഉം ജപമാല ചൊല്ലുന്നവർ എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഭക്തി അത്രയുണ്ടെന്നോ അല്ലെങ്കിൽ എണ്ണം തയ്ക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലുന്നത് അതിലല്ല ജപമാല. ജപമാല ഭക്തിയോടുകൂടി നമ്മളെപ്പോഴും പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയിലേക്കുള്ള പാതയിൽ നമ്മൾ നടക്കുന്ന യാത്രയാണ് എപ്പോഴും ജപമാല എന്ന് പറയുന്നത്. ഈ ജപമാല നമ്മൾ ഭക്തിയോടുകൂടി ചെല്ലുമ്പോൾ അതിന് ഫലമുണ്ട്. സാത്താൻ വളരെയേറെ ഭയപ്പെടുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് ജപമാല എന്നുള്ളത്. എങ്കിലും നമുക്ക് പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ജപമാല ചൊല്ലണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഈ ജപമാല കയ്യിൽ പിടിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ജപമാല ചൊല്ലാറില്ല എന്നുള്ളതാണ്. എങ്കിലും ഞാൻ ഇന്നിവിടെ പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കാം. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജപമാലയുടെ ജോലി ചെയ്യുമ്പോൾ ജപമാല ചൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഞാൻ പറയുന്നത്. ഞാനെപ്പോഴും ജോലി ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജപമാല ചൊല്ലുക, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം ജപമാല എത്രയെണ്ണം ചൊല്ലി ഏതൊക്കെ ചൊല്ലി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കുവാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അതിനൊരു വഴി കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഈശോയുടെ 5 തിരുമുറിവുകളുണ്ട്. ഈശോയുടെ ഈ തിരുമുറിവുകളെല്ലാം നമ്മൾ ഒന്നും കൂടി ഒന്ന് വിപുലീകരിച്ചുകൊണ്ട് അതിനെ ഒരു 10ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജപമാലയുടെ ഒരു രഹസ്യങ്ങളൊക്കെ നമുക്ക് കാണാപ്പാടം പലപ്പോഴും അറിയാലോ. അപ്പോൾ ഈ ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലിക്കഴിഞ്ഞിട്ട് സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ഈശോയുടെ ഈ തിരുമുറിവുകൾ ഒന്ന് ധ്യാനിക്കണം. ഈ തിരുമുറിവുകൾ ധ്യാനിക്കുമ്പോഴുള്ള ഗുണം കൂടിയുണ്ട്. ആ ഈശോയുടെ ആ കുരിശിൻ്റെ യാത്രയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ഫലപ്രദമാണ് എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലായതുകൊണ്ട് കൂടി തന്നെയാണ് ഇത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നതിന് മുമ്പ് ഈശോയുടെ ഇടത് കൈയിലെ തിരുമുറിവിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം രണ്ടാമത്തെ വലത് കൈയിലെ തിരുമുറിവിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം ഇടത് കാലിലെ തിരുമുറിവിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം വലത് കാലിലെ തിരുമുറിവിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം ഈശോയുടെ കാൽമുട്ടിലേറ്റ തിരുമുറിവിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം ഈശോയുടെ പുറത്ത് ചാട്ടവാറടിയേറ്റപ്പോഴുണ്ടായ തിരുമുറിവിനെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം ഈശോയുടെ തോളിൽ കുരിശു ചുമന്നുകൊണ്ടുപോയപ്പോഴുണ്ടായ മുറിവിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം തിരുമുഖത്ത് ഈശോ മുഖമടച്ച് വീണപ്പോൾ മുഖത്തെ തിരുമുറിവിനെ ഓർത്തുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം ശിരസിൽ മുൾമുടി ധരിപ്പിച്ചപ്പോഴുണ്ടായ തിരുമുറിവിനെ ഓർത്തുകൊണ്ട് നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാം. അതിനുശേഷം പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോഴുണ്ടായ ആ മുറിവിനെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലാം. അപ്പോൾ ഏകദേശം 10 നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയായില്ലേ. അപ്പോൾ നമ്മൾ ജപമാല ഇല്ല എങ്കിൽ പോലും നമുക്ക് ഈശോയുടെ തിരുമുറിവുകളോട് ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ ആ കുരിശിൻ്റെ യാത്രയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ജപമാല ചൊല്ലാം. നമ്മൾ ഈശോയുടെ തിരുമുറിവുകൾ എപ്പോഴും ഓർത്തിരുന്നാൽ മാത്രം മതി. ഈശോയുടെ തിരുമുറിവുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇടത് കയ്യ് വലത് കയ്യ്, ഇടത് കാല് വലത് കാല്, കാൽമുട്ട്, പുറത്ത്, മുഖത്ത്, തോളിൽ, ശിരസിൽ, പാർശ്വത്തിൽ. ഈ ഇത്രയും 10 മുറിവുകളോട് കൂടി നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിന് ഒരുപാട് ഫലമുണ്ട്. ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഇതിങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ ജപമാല ചൊല്ലാൻ ഓർത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുക. ഇല്ലെങ്കിൽ ഈ കുരിശിൻ്റെ വഴിയിൽ യാത്രയിലൂടെ നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് ജപമാല ചൊല്ലാം. നമ്മൾ ഒരുപാട് ജപമാല ചൊല്ലുക എന്നുള്ളതല്ല, ഒരു ജപമാല ചൊല്ലിയാൽ അത് വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി നമ്മൾ
ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് 40 ജപമാല ചൊല്ലി, 50 ജപമാല ചൊല്ലി എന്ന്. പക്ഷേ ഈ 40 ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ 40 ജപമാലയൊന്നും ചൊല്ലാൻ എനിക്ക് സാധിക്കുന്നില്ല. 40 പോയിട്ട് 10 പോലും ജപമാല ചൊല്ലാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഓടിച്ചിട്ട് ഒരു എന്തെങ്കിലും ചടങ്ങ് കാണിക്കുന്ന രീതിയിൽ ചൊല്ലിയതുകൊണ്ട് നമ്മൾ 10 അല്ല 50 അല്ല 100 അല്ല 1000 ജപമാല ചൊല്ലിയതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. എന്നാൽ വിശ്വാസത്തോടു കൂടി യേശുവിൻ്റെ കുരിശിൻ്റെ പാതയിലൂടെ നടന്നുകൊണ്ട് ഒരു ജപമാല നമ്മൾ ചൊല്ലിയാൽ, ഒരു കൃപ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, വിശുദ്ധ പാദ്രെ പിയോ വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നത് 5 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ്. നമ്മളിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഏകദേശം അരമണിക്കൂറും കൊണ്ട് തീർക്കാനുള്ള പരിപാടിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ ഡിഫറൻ്റ് ആണ് ആ വിശുദ്ധ പാദ്രെ പിയോ അർപ്പിച്ച ബലിയും നമ്മൾ പലപ്പോഴും അർപ്പിക്കുന്ന ബലിയും തമ്മിലുള്ള വ്യത്യാസം എന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ വിശുദ്ധ ബലിയുടെ ആ പ്രാർത്ഥനകളൊക്കെ കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതൊന്നും കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. അത് അന്ന് സഭ എങ്ങനെ നമുക്ക് നൽകിയിരിക്കുന്നോ അതേ രീതിക്ക് തന്നെയാണ് ഇന്നും ബലി അർപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ ചൊല്ലുന്നതിൻ്റെ മനോഭാവമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മളിന്ന് തിരക്ക് പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും, അച്ഛന്മാരെ കുറ്റം പറയാനല്ല കേട്ടോ, അച്ഛന്മാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം ആളുകൾ ഒരല്പം കുർബാന കൂടിപ്പോയി കഴിഞ്ഞാൽ, അല്പം പ്രാർത്ഥന കൂടിപ്പോയി കഴിഞ്ഞാൽ ആളുകൾ എപ്പോഴും പരാതിയാണ്. ഈ അച്ഛന് വേറെ പണിയില്ലേ, ഈ സിസ്റ്റർമാർക്ക് വേറെ പണിയില്ലേ, ഈ ബ്രദേഴ്സിന് വേറെ പണിയില്ലേ, ഇത്രയും പ്രാർത്ഥിക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിച്ച് പലരും പരാതി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛന്മാർ പേടിച്ചിട്ട് കുറച്ചതാണ്. എന്നാൽ വിശുദ്ധ പാദ്രെ പിയോ ഒക്കെ 5 മണിക്കൂർ ഒരു കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭക്തി, അതിൻ്റെ ഒരു മഹത്വം എത്രയോ വലുതാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയം എത്രത്തോളം കർത്താവിന് കൊടുക്കാൻ പറ്റുമോ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും എത്രത്തോളം പ്രാർത്ഥനകൾ ഉയരുമോ അതാണ് ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ ഒരു രീതിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്നതാവണം. വിശുദ്ധരൊക്കെ വളരെയേറെ സമയം പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ പല സ്ഥലത്ത് പോയിരുന്നിട്ട് ഏകാഗ്രമായിട്ട് ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്. നമ്മളിന്ന് ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലിയാൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, 40 ജപമാല ഞാൻ പലപ്പോഴും പല ഗ്രൂപ്പുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് 1000 വചനം പറഞ്ഞു, ഞാൻ ഇന്ന് 50 ജപമാല ചൊല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കണം, ചെല്ലണ്ട എന്നല്ല കേട്ടോ, ചൊല്ലിക്കുക. ചൊല്ലാൻ സമയമുണ്ടെങ്കിൽ, ചൊല്ലാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും ജപമാല ചൊല്ലിക്കുക. പക്ഷേ ഞാൻ എൻ്റെ ജീവിതം പറയുകയാണ്, എനിക്ക് അത്ര അത് സാധിക്കുന്നില്ല. എനിക്ക് 10 ജപമാല പോലും പോട്ടെ, ഒരു 5 ജപമാല പോലും ഒരു ദിവസം ചെല്ലാൻ സാധിക്കാറ് ഇല്ല എനിക്ക്. കാരണം ഓരോ കുരിശിൻ്റെ വഴി യാത്രയിലൂടെയാണ്, ഈശോയുടെ ആ കുരിശിൻ്റെ യാത്രയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഫലമുണ്ടാകും, നമ്മൾ കൂടുതൽ കൃപയിൽ വളരുകയും ചെയ്യും. നമുക്കിനി മുതൽ ജപമാല ചൊല്ലുമ്പോൾ, ജോലി ചെയ്യുമ്പോഴൊക്കെ ജപമാല ചൊല്ലാൻ, ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ ഈശോയുടെ ഈ തിരുമുറിവിനോട് ധ്യാനിച്ചുകൊണ്ട് തന്നെ, ഈശോയുടെ തിരുമുറിവുകൾ ധ്യാനിച്ചുകൊണ്ട് ഈ ഓരോ മുറിവുകളും ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലാൻ ശ്രമിക്കാം. നമ്മൾ ഈ ഓരോ തിരുമുറിവുകളും നമ്മൾ ഏറ്റു പറയുമ്പോൾ ഈശോയുടെ ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ആ വേദനയോട് പങ്കുകൊള്ളുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലൊന്ന് വിചാരിക്കണം. ഈശോയുടെ കയ്യിൽ ആണിപ്പാട് ഏറ്റത്, 7 ഇഞ്ചോളം നീളമുള്ള ആണികൾ ആ കൈവെള്ളയിലേക്ക് തറച്ച് കയറുന്ന ഒരനുഭവം, 17ഓളം മുള്ളുകൾ ആ ശിരസ്സിൽ അടിച്ചിറങ്ങുന്ന ആ അനുഭവം, യേശുവിൻ്റെ ഏകദേശം ഇരട്ടി ഭാരമുള്ള ആ കുരിശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ എത്രയോ പ്രാവശ്യമാണ് ഈശോ കുരിശോടുകൂടി നിലത്ത് വീണത്. അപ്പോൾ ആ മുട്ടൊക്കെ പൊട്ടി, ആ മുഖം കുത്തി വീണപ്പോഴുണ്ടായ ആ വേദനകളൊക്കെ നമ്മളൊന്നും സങ്കല്പിച്ച് നോക്കി. ആ ഒരു സങ്കല്പത്തോടു കൂടി നമ്മൾ ഇന്ന് ജപമാല ചൊല്ലി നോക്കിയേ, അതിന് എത്രയോ ഫലമുണ്ടാകുമെന്ന്. അതിനെത്രയോ, ഒരു ജപമാല ചൊല്ലിയാൽ മതി, ഈശോയുടെ ആ യാത്രയോട് ഒരു ജപമാല ചൊല്ലിയാൽ മതി. ആ ഒരു അനുഗ്രഹം ഈശോ കുരിശ് ചുമന്നുകൊണ്ട് പോയപ്പോഴാണ് ആ വേദനയോടുകൂടി, ആ വേദന നമ്മുടെ ഉള്ളിലേക്ക് പറയണം. ഈശോയുടെ വേദന നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഈശോയുടെ വേദന എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലൊന്ന് പതിപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലി നോക്കിയേ, എത്രയോ അനുഗ്രഹമാണ്. ആ ഒരു ജപമാല വഴി രക്ഷപ്പെടുന്നവർ അനേകം ആളുകളാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്കിനി ഒരു ജപമാല ചൊല്ലാൻ പരിശ്രമിക്കാം. ഈശോ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.